സുമതി വളവ്, ഡയറക്ടർ വിഷ്ണു ശശിശങ്കർ, റൈറ്റർ അഭിലാഷ് പിള്ളൈ. മാളികപ്പുറം ടീം അതുപോലെ തന്നെ റീയുണൈറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ് ആക്ച്വലി സുമതി വളവ് എന്ന് പറയുന്നത്. സ്റ്റാറിംഗ് അർജുൻ അശോകൻ, മാളവിക മനോജ്, അഭിലാഷ് പിള്ള തന്നെ ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ശിവദ, അതുപോലെ തന്നെ സിജ റോസ്, പിന്നെ നമ്മുടെ ബാലു വർഗീസ്, സൈജു കുറുപ്പ്. അങ്ങനെ ഒരു ഗ്രാമം ബേസ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു നോർമൽ ഒരു വളവുണ്ട്, ഒരു സൂപ്പർ നാച്ചുറൽ പവറുള്ള ഒരു വളവുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ഗ്രാമത്തിൽ സംഭവിക്കുന്ന ഒരു സിനിമയായിട്ടാണ് ആക്ച്വലി അഭിലാഷ് പിള്ള ഇത് എഴുതിയിട്ടുള്ളത്. എന്താ പറയുക, നമുക്ക് വന്നിട്ട് ഒരു കഥ പറയുന്ന ഒരു ഫീൽ തരുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതായത് വെച്ചാൽ നമ്മൾ ഈ സ്ക്രീൻ പ്ലേന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ഒക്കെ വന്നിട്ട് ഓരോ ക്യാരക്ടറും പല പല ഫേസിൽ ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട്. അതായത് കുഞ്ഞു ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ അതൊക്കെ വന്നിട്ട് ആ ഗ്രാമത്തിനെ ചുറ്റിപ്പറ്റി ആ ഗ്രാമത്തിന്റെ നിഷ്കളങ്കത വെച്ചിട്ട് ആണ് അഭിലാഷ് പിള്ള എഴുതിയിട്ടുള്ളത്. നല്ല രസത്തിൽ എഴുതിയിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി സുമതി വളവ് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുമതി വളവ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിന് അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് വന്നിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു പ്രോപ്പർ എന്താ പറയുക നമ്മൾ പ്രോപ്പറായിട്ട് കെട്ടിവെച്ച പോലെ തന്നെയുള്ള ഒരു സ്ക്രീൻ പ്ലേ ആ ഒരു സ്പേസിലൊക്കെ വന്നിട്ട് അഭിലാഷ് പിള്ളയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. വിച്ച് ഹി ഡസ് അല്ലേ. ഈ മാളികപ്പുറം കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും നല്ലൊരു പ്രോപ്പർ സ്ക്രീൻ പ്ലേ ഉണ്ട്. അതായത് അതിൻ്റെ ക്യാരക്ടേഴ്സ് ഒക്കെ കുറേ കൂടി വന്നിട്ട് ആ ഒരു ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും അവിടെയും ഉണ്ടായിട്ടുണ്ടാവുക. ഇതിന്റെ പ്രധാനപ്പെട്ട ആക്ടേഴ്സിലേക്ക് വരുന്ന സമയത്തേക്ക് അർജുൻ അശോകൻ ഒരു മെയിൻ ക്യാരക്ടർ, ബാലു വർഗീസ് ഒരു മെയിൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, സൈജു കുറുപ്പിൻ്റെ അതൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറോയിനായിട്ട് മാളവിക മനോജാണ് വരുന്നത്. ഈ ഹീറോയിൻ ഒരു ചെറിയൊരു ക്ലാഷും പരിപാടിയൊക്കെ ആയിട്ടുള്ള പണ്ട് മുതലെയുള്ള ഒരു പരിപാടിയൊക്കെ ഇതിൻ്റെ അത് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പക്ഷേ മാളവിക മനോജും അർജുൻ അശോകമായിട്ടുള്ള പാർ വളരെ നന്നായിട്ട് ഫീൽ ചെയ്ത്, കുറച്ച് സീനുകളെ ഉള്ളെങ്കിലും കൂടിയില്ലേ നല്ല രസത്തിൽ ഫീൽ ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. 1990 കാലഘട്ടത്തിൽ പ്ലേസ് ചെയ്യുന്നു. അത് ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ നമ്മുടെ തിയേറ്ററിൽ വിളിച്ചു പറയുന്ന പരിപാടികളും പിന്നെ അതുപോലെ തന്നെ പഴയ പാട്ടുകളൊക്കെ വെച്ചിട്ടുള്ള ചില സീനുകളൊക്കെ വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ബാലു വർഗീസും ലൈക്ക് അർജുൻ അശോകനും തമ്മിലുള്ള സീൻസ്, മാളികപ്പുറത്തിലുള്ള കുറേ ആൾക്കാരുടെ അതിനകത്ത് ആ കുട്ടിയുണ്ട് ഇതിനകത്ത്, അതുപോലെ തന്നെ മറ്റേ തുളസി പി മറ്റേ ചങ്ങായി പുള്ളിയെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ അവരെല്ലാം വന്നിട്ട് ഈ ഒരു സുമതി വളവ് എന്നുള്ള കഥയിലേക്ക് പ്ലേസ് ചെയ്യുകയാണ് ചെയ്തില്ല. അഭിലാഷ് പിള്ളൈ ഒരു നല്ലൊരു ക്യാരക്ടർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ സിനിമ ഫസ്റ്റ് ഹാഫ് വരുന്ന സമയത്തേക്ക് നല്ല ഹൊററൊക്കെ ആണെങ്കിലും നല്ല ജംപ് ഫിയറും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലി, അതായത് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കരമായിട്ട് പേടിപ്പിച്ച് കളയാം എന്നൊക്കെയുള്ള ഒരു പെർസ്പെക്റ്റീവ് അല്ലാതെ ഒരു ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ചിരിച്ച് കുറച്ച് ആ ഒരു കോൺസെപ്റ്റ് ഒരു നോർമൽ സിനിമ കാണാനുള്ള ഒരു ആഗ്രഹമുള്ള ഒരു ഫാമിലിക്ക് പോയി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അവർക്ക് അവരുടെ ഒരു സ്പേസിലുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി സുമതി വളവ് തോന്നിയത്. അതായത് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടോ അങ്ങനെയുള്ള ഒരു സിനിമയൊന്നുമല്ല. പക്ഷേ ഒരു നോർമൽ ആയിട്ടുള്ള ഓഡിയൻസിന് പോയി കഴിഞ്ഞാൽ, നോർമൽ ഇൻ ദ സെൻസ് വേണ്ടി ഞാൻ പറയുന്നത് എപ്പോഴും ഞാൻ പറയുന്നത് നോർമൽ എന്ന് വെച്ചാൽ ഐ എം നോട്ട് അണ്ടർ എസ്റ്റിമേറ്റിംഗ്. അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു വീക്കെൻഡിൽ ഒരു സിനിമ കാണാൻ പോകുന്നു, ഒരു 2 മണിക്കൂർ സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് എന്നുള്ള പെർസ്പെക്റ്റീവിലാണെങ്കിൽ ഈ സിനിമ എനിക്ക് പേഴ്സണലി വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നില്ല. എന്തുകൊണ്ടാണ് വന്നിട്ട് എനിക്ക് കുറേ റിവ്യൂസൊക്കെ എനിക്ക് ബാക്ക് ഫയർ ആയിട്ട് വന്നത്, അതെനിക്ക് തോന്നുന്നു ഒരുവിധം സിനിമകളൊക്കെ ഇപ്പോൾ ആവറേജ് നിലവാരം പുലർത്തുന്നുണ്ട്. ഈ റിവ്യൂസും ആൾക്കാരൊക്കെ വന്നിട്ട് ഒട്ടും ഭയങ്കര കൺഫ്യൂസ്ഡ്. പക്ഷേ ഞാൻ ഇന്നലെ എൻ്റെ ഫാമിലിയൊക്കെ പോയ സമയത്ത് വന്നിട്ട് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഹൗസ്ഫുൾ ആയിട്ടുള്ള തിയേറ്റർ തലശ്ശേരി പോലത്തെ ഒരു സെൻറ്ററിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻഡ് ഓഫ് ദ ഡേ കാണുന്ന ആൾക്കാർ ഡിഫറെൻ്റ് ആണ്. സോ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് രഞ്ജൻ രാജാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഗോകുലം ഗോപാലൻ, അതുപോലെ തന്നെ വാട്ടർമാൻ നമ്മുടെ മുരളി, ഇവർ രണ്ടുപേരും കൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. രഞ്ജൻ രാജ് നല്ലൊരു പരിപാടി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നല്ല രസത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ വന്നിട്ട് നല്ല പാട്ടുകളും ഈ സിനിമയുടെ അകത്തുണ്ട്. പാട്ടുകളൊക്കെ ഉള്ള ഞാൻ പറയില്ല ചേക്ക്, അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ സിനിമ കാണുന്ന സമയത്ത്. അങ്ങനത്തെ ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ആക്ച്വലി ഈ സിനിമ ചെയ്തില്ല. ഇത്തരം കഥ പറയുന്ന സബ്ജക്റ്റുകൾ വളരെ കുറവാണ്. ഇപ്പം ഒരു ഐ എം ടെല്ലിങ് യു എ സ്റ്റോറി എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സിനിമാറ്റോഗ്രാഫർ പി വി ശങ്കർ നല്ല രസമുള്ള ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഷഫീഖ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫിയാണ് എനിക്ക് കുറച്ചൊന്ന് വൃത്തികേടായിട്ട് ചില സമയത്ത് തോന്നിയത്. കാരണം വെച്ചാൽ ഭയങ്കരമായിട്ട് വന്നിട്ടെന്ന് വെച്ചാൽ
അങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്നത്, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മ്യൂസിക്കിൻ്റെ കട്ട്സ് അനുസരിച്ചിട്ട് വരുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ കുറച്ചൊരു ഓവർബോർഡ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അർജുൻ അശോകൻ ചെയ്യുന്ന സമയത്ത് വെച്ചാൽ അത് കുറച്ചും കൂടിയും പുള്ളി ഒരു നിഷ്കളങ്കനാണ്. അറ്റ് ദ സെയിം ടൈം ആക്ഷനിലോട്ട് വരുന്ന സമയത്ത് ഭയങ്കര ഹീറോയിക് ആയിട്ടും ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊന്നും കൂടിയും റെഡി ആക്കായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞില്ല, കുറച്ച് പഴമ തോന്നിക്കുന്ന സിനിമ തന്നെയാണിത്. പക്ഷെങ്കിൽ ഒരു കഥ പറയുന്നു എന്നുള്ള പെർസ്പെക്റ്റീവിൽ നമുക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സുമതി വളവ് എന്നുള്ള കോൺസെപ്റ്റ് ആയി കഴിഞ്ഞാലും ലാസ്റ്റിലോട്ട് അതിൻ്റെ ക്ലൈമാക്സിലോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞില്ല, കുറച്ചും കൂടി പ്ലോട്ട് ഭയങ്കര വീക്ക് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. സെക്കൻഡ് ഹാഫ് തുടങ്ങി, അതായത് എന്ന് വെച്ചാൽ നമ്മൾ സുമതി വളവിൻ്റെ കോൺസെപ്റ്റിൽ നിന്ന് മാറി പിന്നെ ഒരു നോർമൽ നമ്മൾ ആദ്യത്തെ കൺമണി നമ്മുടെ 500 സ്റ്റൈലിലോട്ട് കഥ പോകുന്നുണ്ട്. അത് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ആ ഒരു സ്റ്റൈലിലോട്ട് കഥ പോകുന്നുണ്ട്. അത് കുറച്ചൊന്ന് കോൺസെപ്റ്റിൽ നിന്ന് മാറിയപ്പോൾ കുറച്ചൊന്ന് ലാഗല്ല ഒന്നും ഇല്ലല്ലോ എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് നമുക്ക് തോന്നുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. ബട്ട് ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്തൊക്കെ അത് നല്ല രസത്തിലുള്ളൊരു പരിപാടിയൊക്കെ ആയിട്ട് പുള്ളിക്കാരൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. ആകമൊത്തത്തിൽ സുമതി വളവ് എനിക്ക് നല്ല പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ആ പ്രതീക്ഷയുടെ അത്രയും കീപ്പ് ചെയ്തെന്ന് വെച്ചാൽ അത്രയും കീപ്പ് ചെയ്തില്ലെങ്കിൽ കൂടി ഒരു തവണ കണ്ടിറങ്ങാൻ പറ്റുന്ന നല്ല രസമുള്ള, എൻ്റെ തിയേറ്ററിലും നല്ല ക്ലാപ്സും, അതുപോലെ നല്ല ക്ലാപ്സ് അല്ല, നല്ല ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരു മോശം എന്ന് പറഞ്ഞ് കളയാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫാമിലി ആയിട്ട് പോയി കണ്ടിരിക്കാൻ പറ്റിയ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി സുമതി വളവ്. സോ ഡു വാച്ച് സുമതി വളവ് ഇൻ തിയേറ്റേഴ്സ്.